ആരാ ചേച്ചി? മെറ്റലിന്റെ ലൈറ്റ് ഒന്നിട. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ആരായാലും എടുക്ക്. ചിലപ്പോൾ മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം പറയാനാണെങ്കിലോ. എടുക്ക് ചേച്ചി. ഹലോ, ആരാ? അരുന്ധതി അല്ലേ? അതെ, നിങ്ങളാരാ? ഞാൻ ആരാണെന്നത് ഇവിടെ പ്രസക്തമായ ചോദ്യമേ അല്ല. എങ്കിലും വിളിക്കാൻ ഒരു പേര് വേണമെന്നതുകൊണ്ട് നിങ്ങൾക്കെന്നെ കനിമൊഴി എന്ന് വിളിക്കാം. കനിമൊഴിയോ? നിങ്ങൾ എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് വളരെ ദൂരേന്നാ. പക്ഷെ എനിക്ക് അരുന്ധതിയോട് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ത് കാര്യം? നിന്റെ മകളുടെ കാര്യം. എന്റെ മോൾ എവിടെ? നിങ്ങൾ ആരാ? നിങ്ങളാണോ എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയത്? ഏയ് അല്ലല്ല, കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുന്നതൊന്നും എന്റെ രീതിയല്ല. പക്ഷേ നിങ്ങളുടെ മകൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്താ പറഞ്ഞേ? എന്റെ മോൾ എവിടെ? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ബുദ്ധിമുട്ടി പോകത്തേ ഉള്ളൂ. പിന്നെ എന്റെ മോളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞതോ? നിങ്ങൾ എന്താ ചിരിക്കുന്നേ? ഞാൻ പിന്നെ കരയണോ? നഷ്ടപ്പെടുന്നവരല്ലേ കരയേണ്ടത്. എനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല. ആവും, നല്ലതുപോലെ മനസ്സിലാവും. അതുകൊണ്ടല്ലേ ഈ രാത്രി തന്നെ ഞാൻ നിങ്ങളെ വിളിച്ചത്. മകൾ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ദുഃഖം എനിക്കറിയാം. എന്റെ മകൾ എവിടെ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതാ. പറയാം. നിങ്ങളുടെ മകൾ സുരക്ഷിതയായി തന്നെ ജീവിച്ചിരിപ്പുണ്ട്. എവിടെ? എന്റെ മോൾ എവിടെയാ? പറ. കുറച്ചുകൂടി സമാധാനിക്കും. നിങ്ങളുടെ മകൾ സുരക്ഷിതയാണ്. പക്ഷേ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അതിനു മുൻപ് മറ്റൊരു ഉറപ്പ് കൂടി നിങ്ങൾ എനിക്ക് തരണം. എന്തുറപ്പ്? നമ്മളീ സംസാരിക്കുന്നതേ ഞാനും നീയോ അല്ലാതെ മറ്റൊരാൾ അറിയാൻ ഇടവരരുത്. അറിഞ്ഞാൽ അത് നിന്റെ മകളുടെ ജീവൻ അപകടമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. പറയാ, എവിടെ എന്റെ മോള്? നിങ്ങളുടെ മകൾ എന്റെ കയ്യിലല്ല ഉള്ളത്. പക്ഷെ എനിക്കറിയാം അവൾ എവിടെയുണ്ടെന്ന്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പണമാണോ? അതൊക്കെ പറയാം. ഇപ്പോഴല്ല, നാളെ രാവിലെ 11 മണിക്ക് ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വരണം. നിങ്ങളുടെ മകളെ ഞാൻ അപ്പോ കാണിച്ചു തരാം. എന്താ, അതുപോലെ? മതി, ഞാൻ വരാം. ഹലോ ഹലോ, ആരാ ചേച്ചി? അവർ മാളുന്റെ കാര്യം എന്താ പറഞ്ഞേ? മെറ്റിൽഡ, എന്റെ മോൾ എവിടെയുണ്ടെന്ന് അവർക്കറിയാം. നാളെ രാവിലെ 11 മണിക്ക് അവര് പറയുന്ന സ്ഥലത്ത് ചെന്നാ മോളെ കാണിച്ചു തരാമെന്ന്. പക്ഷേ ഇതാരോടെങ്കിലും പറഞ്ഞ എന്റെ മോൾക്ക് അപകടം പറ്റുമെന്ന് അവര് പറഞ്ഞു. മെറ്റിൽഡ, ഇക്കാര്യം ഞാനും നീയും മാത്രമേ അറിയാവൂ. ആരാ ചേച്ചി ആ സ്ത്രീ? കനിമൊഴി എന്നാ പറഞ്ഞ. നീ എന്താ ആലോചിക്കുന്നേ? ചേച്ചി, ഒരു പക്ഷെ നമ്മുടെ മോളെ തട്ടിക്കൊണ്ടുപോയത് ഈ സ്ത്രീ തന്നെയാണെങ്കിലോ? ചേച്ചി, നമുക്ക് ഈ കാര്യം ചേട്ടനെ അറിയിച്ചാലോ? ചേച്ചി ഒറ്റയ്ക്ക് പോകുന്ന ബുദ്ധിയല്ല. വേണ്ട, തൽക്കാലം ആരും ഒന്നും അറിയണ്ട. ആദ്യം ഞാൻ എന്റെ മോളെ ഒന്ന് കാണട്ടെ. ചേച്ചി, ഇതിന് പിന്നിൽ ഒരു കുരുക്കൊളിഞ്ഞിരിപ്പുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഒറ്റയ്ക്ക് പോയ അപകടം ആവും ചേച്ചി. അതിനെ കുറിച്ചൊന്നും ഞാനിപ്പോ ആലോചിക്കുന്നില്ല. എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടിയേ പറ്റൂ. മെറ്റിൽഡ, നീ ഈ കാര്യം രഹസ്യമായി തന്നെ വെക്കണം. നീ എന്നെ ചതിക്കരുത് മെറ്റിൽഡ. എന്റെ ഗുരുവായൂരപ്പ, കദളിപ്പഴം കൊണ്ട് നിനക്ക് ഞാനൊരു തുലാഭാരം തരാം. എന്റെ മോൾ എനിക്ക് തിരിച്ചു തരണം. ഈ വീടിന്റെ മുഴുവൻ സന്തോഷം ഞങ്ങളുടെ മോളാണെന്ന് നിനക്കറിയില്ലേ കണ്ണ? എന്നിട്ട് നീ എന്തിനാ ഞങ്ങളിങ്ങനെ പരീക്ഷിക്കുന്നത്? എന്റെ മോൾക്ക് ഒരു അബദ്ധം വരുത്താതെ തിരിച്ചു തരണേ ഭഗവാനെ. ചേട്ടാ, സമാധാനിക്കും. നമ്മുടെ മോളെ നമുക്ക് തിരിച്ചു കിട്ടും. എന്റെ മോളെ എനിക്ക് വേണം ചേട്ടാ. എനിക്ക് അവളെ വേണം. കിട്ടും, നമുക്കവളെ കിട്ടും. എവിടെ പോയാലും ഞാനവളെ കൊണ്ടുവരും.
ചേച്ചി ബുദ്ധിമോശം കാണിക്കരുത്. പോലീസിനെ അറിയിക്കുന്നതാണ് നല്ലത്. തൽക്കാലം അതൊന്നും വേണ്ട. ആദ്യം എന്റെ മോൾ എവിടെയാണെന്ന് ഞാനൊന്ന് കാണട്ടെ. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്ത് വേണോ. എന്നാ പിന്നെ ചേച്ചിയുടെ കൂടെ ഞാനും വന്നാലോ? വേണ്ട, ഒറ്റയ്ക്ക് ചെല്ലാനല്ലേ അവര് പറഞ്ഞത്. എന്റെ കൂടെ വന്ന് നീയും അപകടത്തിൽപ്പെടണ്ട. അപ്പോ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാ? എന്റെ മകൾക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാ. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല. ഒരു ജീവൻ കൂടി നിന്റെ ഉള്ളിലുണ്ട്. ഒരു സഹായം മാത്രം നീ എനിക്ക് വേണ്ടി ചെയ്തു തന്നാ മതി. എന്ത് സഹായം? ഞാൻ പോയി മടങ്ങി വരുന്നത് വരെ ഒരാളോട് പോലും നീ ഇക്കാര്യം പറയരുത്. അഥവാ എനിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ ഞാൻ നിന്നെ വിളിക്കും. അപ്പം മാത്രം മറ്റുള്ളവർ അറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്നാ വാ, അവര് പറഞ്ഞ സമയം ആവാറായി. ഇതുവരെ പോലീസിന് നമ്മുടെ മോളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ രാജേട്ടാ. എടി, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അവരെത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കുന്നു തന്നെ എന്റെ വിശ്വാസം. മോളെ, നീ ഇതെങ്ങോട്ടാ? എനിക്കൊന്ന് അത്യാവശ്യമായി പുറത്തു പോണം. അച്ഛനും അമ്മയും എന്നെ അനുഗ്രഹിക്കണം. എങ്ങോട്ട് പോകാനാടി മോളെ നീ ഈ അനുഗ്രഹം ചോദിക്കുന്നത്? അമ്മേ, എന്റെ മോളെ അന്വേഷിച്ച് ഞാൻ ഒരിടം വരെ പോവാ. പ്രാർത്ഥിക്കണം. അതെവിടെയെന്നാ ചോദിച്ചത്? ആ സ്ഥലത്തിനൊരു പേരില്ലേ? ഇല്ല, തൽക്കാലം ആ സ്ഥലത്തിന് പേരില്ല. അച്ഛാ, ഞാൻ പോയിട്ട് വരാം. മോളെ, നിനക്കറിയില്ലേ അവൾ എങ്ങോട്ടാ പോകുന്നതെന്ന്? ഇല്ലച്ചാ, എനിക്കറിയില്ല. ഈശ്വരൻ, എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടു കിട്ടിയാ മതിയായിരുന്നു. അരുന്ധതി അല്ലേ? അതെ, ഞാനാണ് കനിമൊഴി, നിങ്ങളെ വിളിച്ചയാൾ. എന്റെ മോൾ എവിടെ? പറയാം. നിങ്ങളുടെ മകൾക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ നേരിട്ട് കാണാൻ പോവല്ലേ? നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയത്? നിങ്ങൾക്കും ഇല്ല വീടും കുടുംബവും ഒക്കെ? അപ്പോ അരുന്ധതിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അരുന്ധതി ഇപ്പൊ ചോദിച്ചില്ലേ നിങ്ങൾക്ക് വീടും കുടുംബമൊന്നും ഇല്ലെന്ന്? ഉണ്ട്, വീടും കുടുംബവും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങൾക്ക് അരുന്ധതിയുടെ ഒരു സഹായം വേണം. എന്റെ സഹായോ? അതെ, അരുന്ധതിക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. അതിനാണോ എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയത്? അങ്ങനെ തട്ടിക്കൊണ്ടുപോയതാണെന്നൊന്നും പറഞ്ഞുകൂടാ. പക്ഷേ മാള് ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അരുന്ധതിയെ ഞങ്ങൾക്ക് അനുസരിപ്പിക്കാൻ പറ്റും. അത് ശരി. അപ്പോ എന്റെ മോളെ വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണോ ഉദ്ദേശം? ഇതിനെ എങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയാൻ കഴിയില്ല. ഒരു കൊടുക്കൽ വാങ്ങൽ, അങ്ങനെ കരുതിയാ മതി. തൽക്കാലം അരുന്ധതി എന്റെ കൂടെ വരൂ. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. വരൂ. കയറൂ. എന്ത് വിശ്വസിച്ചാ ഞാൻ നിങ്ങൾക്കൊപ്പം വരേണ്ടത്? അരുന്ധതിയുടെ മകൾ തന്നെയാണ് ആ വിശ്വാസം. സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. കയറൂ. ബാക്കിയൊക്കെ നമുക്ക് യാത്രയിൽ സംസാരിക്കാം. കയറൂ. ഹലോ, എന്താടോ ഇത്? തന്നോട് വല്ലവരും പറഞ്ഞതാണോ അതോ താൻ നേരിട്ട് കണ്ടതാണോ? താൻ ആ വണ്ടിയുടെ നമ്പർ ശ്രദ്ധിച്ചോ? ഓ, അതല്ലേടോ ആദ്യം നോട്ട് ചെയ്യേണ്ടത്, ഇഡിയറ്റ്. യവനെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ച എന്നെ പറഞ്ഞാ മതി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഓ, അടുത്ത കുരിശ്. ഹലോ സാർ. എന്തായടോ, തന്നേക്കൊരു കാര്യം ഏൽപ്പിച്ച പിന്നെ പോയ വഴി, വിളിയില്ല പറച്ചിലുമില്ല.
എന്റെ പൊന്ന് സാറേ, ഇതൊന്നും എന്റെ കുഴപ്പമല്ല. നമ്മൾ ഓരോരുത്തരെ വിശ്വസിച്ച് ഓരോ ഡ്യൂട്ടി ഏൽപ്പിക്കും. അവന്മാരത് കുളവാക്കും. ആ ഇപ്പൊ എന്താ പറ്റിയത്? ഇന്നലെ രാത്രി അരുന്ധതിന്റെ നമ്പറിലേക്ക് വന്ന ഒരു കോൾ നമ്മൾ ട്രാക്ക് ചെയ്തില്ലേ? അതൊരു ഇന്റർനാഷണൽ നെറ്റ്വർക്ക് സിസ്റ്റത്തിന്റെ ഫേക്ക് നമ്പർ ആയിരുന്നു. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. പക്ഷേ അരുന്ധതിയെ ഫോളോ ചെയ്യാൻ ഞാനൊരു കോൺസ്റ്റബിളിനെ ഏർപ്പാടാക്കിയിരുന്നതാ. എന്നിട്ടും അവൻ ചെന്നപ്പോഴേക്കും അവൾ വേറൊരുത്തിയുടെ കാർ കയറിപ്പോയി. എന്താ അവളുടെ പേര്? കനിമൊഴി. അരുന്ധതിയും കൊണ്ട് അവൾ എങ്ങോട്ടായിരിക്കും സാറേ പോയത്? താൻ അരുന്ധതി ഒന്ന് വിളിച്ചു നോക്ക്. ശരി സാർ. സ്വിച്ച് ഓഫ് ആണല്ലോ. ഇനിയിപ്പോ എന്താ ഒരു വഴി? എന്താ പകച്ചു നോക്കുന്നത്? ഈ സ്ഥലം ഏതാ? എന്തിനാ പോലീസിനും കൂട്ടി വന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മകളെ രക്ഷിക്കാന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്റെ മോൾ എവിടെ? വക്കീലെ, ബഹളം വെക്കരുത്. നിങ്ങളുടെ മകൾ ഇവിടെ തന്നെയുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കണം. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ മകളുടെ ജീവന്റെ സുരക്ഷ നിങ്ങളുടെ കയ്യിലാണ്. മനസ്സിലായില്ലേ? കരഞ്ഞ് ബഹളം വെക്കാനോ ആളെ കൂട്ടാനോ ശ്രമിച്ച പിന്നെ അവളെ നിങ്ങൾ കാണില്ല. അത് ഓർമ്മ വേണം. കനിമൊഴി, എന്റെ മോൾ എവിടെ? എനിക്ക് അവളെ കാണണം. അതിനല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അരുന്ധതിക്ക് മകളെ കാണുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ അതിനു മുൻപ് മറ്റു ചില കാര്യങ്ങളിൽ തീർപ്പുണ്ടാവണം. അതിനരുന്ധതി സഹകരിച്ചാൽ എത്രയും വേഗം നിങ്ങൾക്ക് മകളുമായി മടങ്ങാം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആരാ നിങ്ങൾ? എന്ത് കാര്യത്തിനാ നിങ്ങൾ എന്റെ മകളെ തട്ടിയെടുത്തത്? അതിന് മറുപടി പറയാൻ എനിക്ക് അനുവാദമില്ല. പിന്നെ ആരാ ഇതിന് പിന്നില്? കൊള്ളാം. അപ്പോ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആരെയും മുന്നിൽ നിർത്തി വിസ്തരിക്കാനും ഉത്തരം കണ്ടുപിടിക്കാനും അരുന്ധതിക്കുള്ള മിടുക്ക് കോടതിയിൽ കണ്ടു. ആദ്യമായി കോടതിയിലെത്തുന്ന ഒരു വക്കീലിന്റെ ഒരു പരിഭ്രമവും ഇല്ലാതെ എതിർഭാഗം വക്കീലിനെ മുട്ടുകുത്തിച്ച് കളഞ്ഞില്ലേ അഡ്വക്കേറ്റ് അരുന്ധതി? ആരാ നിങ്ങള്? എന്തിനാ നിങ്ങൾ എന്റെ മോളെ തട്ടിയെടുത്തത്? എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയാ ഒരാളെ ഞാൻ വെറുതെ വിടില്ല. എവിടെ എന്റെ മോള്? മര്യാദയ്ക്ക് അവളെ കാണിച്ചു തരാനാ പറഞ്ഞത്. കാണിച്ചു തരാം. കാണിച്ചു തരാന്ന് മാത്രമല്ല, മോളെ അരുന്ധതിക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യാം. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒത്തുതീർപ്പ്. ആദ്യം അത് തീരുമാനാവട്ടെ. എന്റെ മോളെ കാണാതെ ഒരു ഒത്തുതീർപ്പിന് ഞാനില്ല. ഒരു അപകടവും ഇല്ലാതെ എന്റെ മോൾ ജീവനോടെ ഉണ്ടെന്ന് ആദ്യം എനിക്ക് ഉറപ്പ് വേണം. അല്ലാതെ നിങ്ങൾ പറയുന്ന ഒന്നും ഞാൻ കേൾക്കില്ല. അതൊക്കെ ദാ ഈ ദത്തൻ സാർ തീരുമാനിക്കും. അരുന്ധതിയോട് വഴക്കിടാനല്ലല്ലോ നമ്മളിവിടെ കൊണ്ടുവന്നത്. 2 ദിവസമായി മോളെ കാണാതെ സങ്കടപ്പെട്ട ഒരു അമ്മയുടെ മനസ്സ് നമ്മൾ കാണാതിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ആദ്യം അരുന്ധതി മോളെ കാണട്ടെ. ബാക്കിയൊക്കെ അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. എന്താ കനിമൊഴി? സാർ പറഞ്ഞ പിന്നെ എന്താ പ്രശ്നം? വാ. ദേ നോക്ക്. മോളെ മാളു, വാതിലൊന്ന് തുറക്കൂ പ്ലീസ്. എന്റെ മോളെ ഒന്ന് കണ്ടോട്ടെ. അമ്മ എന്നെ രക്ഷിക്കമ്മ, ഇവരെന്നെ കൊല്ലും. അയ്യോ മാളു, എനിക്ക് പേടിയാവുന്നമ്മ. അമ്മ എന്നെ ഒന്ന് രക്ഷിക്കമ്മ. എന്റെ മോള് കരയുന്ന കണ്ടില്ലേ? പ്ലീസ് ആ വാതിലൊന്ന് തുറന്നതാ. ഇത്രയ്ക്ക് ക്രൂരയാണോ നിങ്ങള്? നിങ്ങളൊരു സ്ത്രീയല്ലേ? എങ്ങനെ മനസ്സ് വന്ന് നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ? അമ്മ എന്നെ ഒന്ന് കെട്ടയച്ചു വിടാൻ പറയമ്മേ. അയ്യോ മാളു, നിങ്ങൾ പറഞ്ഞ എന്താ ഞാൻ കേൾക്കാം. പ്ലീസ് എന്റെ മോളെ എനിക്കൊന്ന് തിരിച്ചതാ. കനിമൊഴി പ്ലീസ്. കനിമൊഴി മതി. ആ ജനാല എങ്ങ് അടച്ചേക്കും. തൽക്കാലം അമ്മയും മോളും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇത്രയൊക്കെ മതി. അമ്മേ, മോളെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ എന്ത് വേണമെങ്കിലും തരാം.
ദയവ് ചെയ്ത് എന്റെ മോളെ ഒന്നും ചെയ്യരുത്. പണമാണോ നിങ്ങൾക്ക് വേണ്ടത്? പറയാ, എത്ര പണം വേണമെങ്കിലും നിങ്ങൾക്ക് തരാം. അത്യാവശ്യം പണമൊക്കെ അരുന്ധതിയുടെ അക്കൗണ്ടിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ആവശ്യമില്ലെങ്കിൽ കടലാസിന്റെ മാത്രം വിലയുള്ള ഒരു വസ്തുവാ പണം. ഞങ്ങൾക്ക് വേണ്ടത് അരുന്ധതിയുടെ കയ്യിലുള്ള പണമല്ല. ഈ ലോകം മുഴുവൻ പണത്തിന് വേണ്ടി ആർത്തി പിടിച്ച് നടക്കുന്നവരാ. ഞങ്ങളും അങ്ങനെ തന്നെയാ. പക്ഷേ അരുന്ധതി ഞങ്ങൾക്ക് തരേണ്ടത് പണമല്ല. പിന്നെ പിന്നെന്താ നിങ്ങൾക്ക് വേണ്ടത്? പണത്തേക്കാൾ ഞങ്ങൾ വില കൽപ്പിക്കുന്ന മറ്റൊന്ന്. അത് അരുന്ധതിക്ക് മാത്രമേ തരാൻ സാധിക്കൂ. അരുന്ധതിയുടെ മോളെ ഞങ്ങളൊന്ന് നുള്ളി നോവിച്ചിട്ട് കൂടിയില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ താ, പ്ലീസ്. തീർച്ചയായും അരുന്ധതിയുടെ കുഞ്ഞിനെ ഞങ്ങൾ തിരിച്ചു തരും. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് അരുന്ധതിയും തരണം. പറഞ്ഞോളൂ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? എമിലി. തീർച്ചയായും അരുന്ധതിയുടെ കുഞ്ഞിനെ ഞങ്ങൾ തിരിച്ചു തരും. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് അരുന്ധതിയും തരണം. പറഞ്ഞോളൂ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? എമിലി. എമിലി എവിടെ? എമിലിയോ? എമിലി എവിടെയുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാം? അറിയാം, നിനക്കെല്ലാം അറിയാം. ഡോക്ടർ സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്ന് നീ അവളെ എങ്ങോട്ടാ മാറ്റിയത്? കള്ളം, പച്ച കള്ളം. എനിക്കൊന്നും അറിയില്ല. ആരാ നിങ്ങളോട് ഈ കള്ളത്തരം പറഞ്ഞത്? ഞാനാണ് പറഞ്ഞത്. എമിലി എവിടെയാണെന്ന് അരുന്ധതിയോട് അന്വേഷിച്ചാൽ മതിയെന്ന് ഞാനാ പറഞ്ഞത്. സിദ്ധാർത്ഥൻ, നിങ്ങൾ എന്റെ മോളെ തട്ടിക്കൊണ്ടുവന്ന് എന്നോട് വിലപേശിയാണല്ലേ? അരുന്ധതി, വിലപേശി കളിക്കാൻ എനിക്ക് തീരെ സമയമില്ല. എനിക്ക് മാത്രമല്ല, ദാ ഇവർക്കും. അതുകൊണ്ട് നമുക്ക് മാന്യമായ ഒരു ഡീലിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാം. അതല്ലേ നല്ലത്? നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ കയ്യിൽ ഇല്ലാത്ത ഒരാളെ ഞാൻ എങ്ങനെ തിരിച്ചു തരും? കള്ളം പറഞ്ഞതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് ഒരു ഗുണമില്ലാന്ന് നിനക്കറിയില്ലേ? എമിലി നിന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. എമിലിയെ തിരിച്ചു തന്നാ നിനക്ക് നിന്റെ മകളെ തിരിച്ചു കിട്ടും. ഒരു കാര്യം അരുന്ധതി മനസ്സിലാക്കണം, ഞാൻ ഒറ്റയ്ക്കല്ല. എന്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട്. എന്റെ കുഞ്ഞ് നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? എന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തിട്ട് എല്ലാവരുടെ മുൻപിൽ പാവം പോലെ നിങ്ങൾ അഭിനയിച്ചു. എന്റെ മുന്നിൽ അരുന്ധതി അഭിനയിക്കാൻ തുടങ്ങിയത് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് വൈകി. അത് മനസ്സിലായപ്പോൾ മുതൽ ഞാനും അഭിനയിച്ചു തുടങ്ങി. നമ്മളിപ്പോ പരസ്പരം എല്ലാം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് എല്ലാം നന്നായി അവസാനിപ്പിച്ച് പരസ്പരം പിരിയുന്നതല്ലേ നല്ലത്. ഇന്നലെ കത്തിക്കരിഞ്ഞ ഒരു ശവത്തിന് മുന്നിൽ നിന്ന് അത് മാളുവാണെന്ന് കരുതി നെഞ്ചു തല്ലിക്കറിഞ്ഞത് താൻ മറന്നോ? നാളെ ആ സ്ഥാനത്ത് സ്വന്തം മകൾ കത്തിക്കരിഞ്ഞു കിടക്കുന്നത് അരുന്ധതിക്ക് കാണണോ? ഇപ്പൊ നിങ്ങളുടെ മകൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ നാളെ അങ്ങനെ ആവണമെന്നില്ല. എല്ലാം അവസാനിപ്പിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. എമിലിയെ ഞങ്ങൾക്ക് തിരിച്ചു തരിക, എന്നിട്ട് മാളുവുമായി മടങ്ങി പോവുക. അരുന്ധതി, മാളുവിനെ വേണമെങ്കിൽ നീ ഇത് ചെയ്തേ പറ്റൂ. വേറെ വഴിയില്ല. പറയൂ അരുന്ധതി, എമിലിയെ നീ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ഒരു ദിവസത്തെ സമയം നിനക്ക് ഞങ്ങൾ തരാം. നാളെ രാവിലെ 10 മണിക്ക് എമിലിയുമായിട്ട് നീ ഇവിടെ വരണം. മാളുവിനെ നിനക്ക് തിരിച്ചു കൊണ്ടുപോകാം. ഈ ഡീൽ നീയും ഞങ്ങളുമല്ലാതെ മറ്റാരും അറിയാനും പോകുന്നില്ല. സ്വന്തം മകളെ നാടോടികളുടെ കയ്യിൽ നിന്ന് ധീരമായി രക്ഷിച്ചുവെന്ന് നിനക്ക് നാട്ടുകാരോട് പറയുകയും ചെയ്യും. പക്ഷെ എമിലിയെ തന്നിട്ടല്ലാതെ മാളുവിന് ഇവിടുന്ന് കൊണ്ടുപോകാൻ നിനക്ക് കഴിയില്ല. അരുന്ധതി, നിന്റെ CID ബുദ്ധി കാണിച്ച പിന്നെ നിന്റെ മകള് ജീവനോടെ ഉണ്ടാവില്ല. പറഞ്ഞത് മനസ്സിലായോ? എന്നാ പൊയ്ക്കോ. എന്നിട്ട് നാളെ രാവിലെ എമിലിയുമായിട്ട് വാ. പിന്നെ ഇതിന് പിന്നിൽ ഞാനാണെന്ന് നീ ആരോടെങ്കിലും പറഞ്ഞാൽ നിന്റെ മകള് വല്ലാതെ വേദനിക്കും. മനസ്സിലായോ? കനിമൊഴി, വാ. എമിലി അരുന്ധതിയുടെ കയ്യിൽ തന്നെ കാണൂ. എനിക്ക് ഉറപ്പാ, എമിലിയെ കടത്തിയത് ഇവള് തന്നെയാണ്.
അമ്മ